ഹായ് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമല്ല? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുവൈറ്റിൽ മംഗഫിൽ നടന്ന ആ ഒരു ഇൻസിഡൻറ്റ്, അതായത് ബിൽഡിങ്ങിൽ തീപിടിച്ചിട്ട് ഒരുപാട് പേര് മരിച്ച ഇൻസിഡൻറ്റിന് ശേഷം ഇവിടുത്തെ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊന്ന് കടുപ്പിച്ചതായിട്ട് എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ ഫ്ലാറ്റുകളിലൊക്കെ നടക്കുന്ന ബേബി കെയർ, അതായത് ചില ഫാമിലികൾ പിന്നെ ഹസ്ബൻഡിന് ജോലി ഉണ്ടാവും, ഭാര്യ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ചെറിയൊരു വരുമാനം എന്നുള്ള നിലയിൽ ബേബി കെയർ ഒക്കെ നടത്തുന്നുണ്ട്. അതുപോലെ ചില ആൾക്കാർ ഈ ബേബി കെയർ ഒരു പ്രൊഫഷണലായിട്ട് തന്നെ നടത്തുന്നവരൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ പലരും അറിയാം അങ്ങനെ അവർ കെയർ ഇതിൽ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അങ്ങനെ നടത്തുന്നവർ ഒന്ന് കരുതിയിരിക്കുക, ഒന്ന് സൂക്ഷിക്കുക. കാരണം ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ട് ഇവർ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭാരിച്ച തുകയാണ് അവർ ഫൈനായിട്ട് എഴുതി കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം അറിയാൻ കഴിഞ്ഞത്, ഒരു ബിൽഡിങ്ങിൽ ഇതുപോലെ ബേബി കെയർ നടക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ട് അവർ ഇൻസ്പെക്ഷന് ചെല്ലുകയും അത് കണ്ടെത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ 7000 ദിനാറാണ് ഫൈൻ എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 7000 ദിനാർ എന്ന് പറഞ്ഞത് ചെറിയ തുകയല്ല. ചെറിയൊരു വരുമാനത്തിന് വേണ്ടി വലിയൊരു തുക അടയ്ക്കേണ്ടുന്നൊരവസ്ഥ വരാതിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് കരുതുക, അപകടങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക. നിയമപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒന്നും ഭയപ്പെടാനില്ല. പക്ഷെ നിയമവിരുദ്ധമായിട്ട് ചെയ്യുമ്പോൾ ഇതുപോലുള്ള പ്രയാസങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഒന്ന് കരുതലോടുകൂടി മുന്നോട്ട് പോവുക. എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നന്മകൾ മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു.